ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ 8 തുടങ്ങിയിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഹൗസിൽ അവതരണം ഏറ്റെടുത്തിരിക്കുന്നതും മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്ന വിജയ് സേതുപതിയാണ്. ഇത്രയും കാലം ബിഗ് ബോസിന്റെ അവതാരകനായിരുന്നത് കമൽഹാസൻ സാറാണ്. ഇപ്രാവശ്യം തന്നെ സിനിമാ തിരക്കുകൾ മൂലം അദ്ദേഹത്തിന് ഈ ജോലി ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വിജയ് സേതുപതിയാണ് ആങ്കറിങ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെ എപ്പിസോഡുകൾ കണ്ടവർക്ക് എല്ലാം അറിയാം, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ തന്റെ ജോലി ഏറ്റെടുത്തിരുന്നു. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അദ്ദേഹം ആദ്യമായി കയറ്റിവിട്ടത് രവീന്ദ്രൻ എന്ന വ്യക്തിയാണ്. അതായത് ഫാറ്റ്മാൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം യൂട്യൂബ് ചാനൽ 7 വർഷം കൊണ്ട് ബിഗ് ബോസ് റിവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് ഇദ്ദേഹം. പിന്നീട് ഹൗസിനുള്ളിൽ വിജയ് സേതുപതി കയറ്റിവിട്ടത് തൻ്റെ മഹാരാജ എന്ന സിനിമയിൽ തൻ്റെ മകളായി അഭിനയിച്ച സാജന എന്ന പെൺകുട്ടിയാണ്. സാജന സ്റ്റേജിൽ വെച്ച് പറയുന്നുണ്ട്, സിനിമാ രംഗത്തേക്കുള്ള തൻ്റെ കടന്നുവരവ് തൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമായിരുന്നു. തൻ്റെ അമ്മയ്ക്ക് മീഡിയ രംഗത്ത് എത്തണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ പാരൻസ് അത് സമ്മതിച്ചില്ലായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹം എന്നിലൂടെ നടത്താനാണ് അമ്മ ശ്രമിക്കുന്നതെന്ന്. മാത്രമല്ല, എന്നാൽ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകുന്നത് എൻ്റെ ആഗ്രഹപ്രകാരമാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. മാത്രമല്ല, വിജയ് സേതുപതിയുമായി നല്ലൊരു ബന്ധം ആ കുട്ടിക്ക് നിലനിൽക്കെ അതുകൊണ്ട് തന്നെ വിജയ് സേതുപതി അവളോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വഴക്ക് പറയുമ്പോൾ നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട എന്നൊക്കെ. ഏതായാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വിജയ് ടിവിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് വ്യക്തികൾ കണ്ടസ്റ്റൻസായി എത്തിയിട്ടുണ്ട്. പിന്നീട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മെൻ വേഴ്സസ് വുമൺ എന്നാണ്. അതായത് ഇന്നലെ ഒരു 6 കണ്ടസ്റ്റൻസ് ഹൗസിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും ഹൗസ് ചുറ്റിക്കണ്ടിട്ട് മെന്നിന് വേണ്ട ഒരു പകുതി ഭാഗവും വുമണിന് വേണ്ട ഒരു പകുതി ഭാഗവും തിരഞ്ഞെടുക്കുകയെന്ന്. എന്നാൽ ഈ ഒരു കാര്യം അവർ ചെയ്യാൻ സാധിച്ചില്ല. അതായത് 2 പേർക്കും സിംഗിൾ ബെഡ് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ് വുമണും മെന്നും തിരഞ്ഞെടുത്തത്. എന്നാൽ ഇത് ബിഗ് ബോസ് സമ്മതിച്ചില്ല. ബിഗ് ബോസ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ഒരു തീരുമാനം എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 പേരും ഇനി വെളിയിൽ തന്നെ കിടക്കണമെന്ന്. പിന്നീട് ആണുങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അതായത് ആ സമയത്ത് വന്നിരുന്ന പെൺകുട്ടികളോടെല്ലാം പറഞ്ഞ്, ഞങ്ങൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അതായത് നിങ്ങൾ പറയുന്ന സ്ഥലം നിങ്ങൾക്ക് തരാം, പക്ഷെ നിങ്ങൾ ചെയ്യണം. അതായത് ഒരു വീക്കിൽ ഏതെങ്കിലും ഒരു വീക്കിൽ പെൺകുട്ടികൾ ആണുങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ആ വീക്ക് ഏതാണെന്ന് അവർ തന്നെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ആ സമയത്ത് ആ ഹൗസിലുണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം ഇത് സമ്മതിക്കുകയും ആ ഓഫർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. സോ അതുകൊണ്ട് തന്നെ അവരാഗ്രഹിച്ച ആ ഒരു ഭാഗം അവർക്ക് കിട്ടുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം ഹൗസിനുള്ളിലേക്ക് കയറി വന്ന പവിത്ര, ജാക്ലിൻ തുടങ്ങി ഒരുപാട് കണ്ടസ്റ്റൻസ് ഈ പെൺകുട്ടികൾ നേരത്തെ തിരഞ്ഞെടുത്ത ആ തീരുമാനത്തോട് യോജിക്കുന്നതല്ലായിരുന്നു. അവർ പറയുന്നുണ്ട്, ഇത് അവർ ഏറ്റെടുത്ത ഒരു ട്രിക്കി മൊമെൻ്റ് ആയിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീക്ക് അവർ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു വീക്കിൽ അവരെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഒരാൾ ഷുവറായിട്ടും ഔട്ടായി പോകും. നിങ്ങൾക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെളിയിലേക്ക് കിടക്കാൻ പറ്റില്ലായിരുന്നോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. എന്തായാലും വിജയ് സേതുപതി അവസാനം വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് 2 പെൺകുട്ടികൾ കൈപൊക്കി തങ്ങൾക്കിത് സമ്മതമല്ല എന്നൊക്കെ അറിയത്തില്ലേ. പക്ഷെ വിജയ് സേതുപതി പറയും, എന്തായാലും ഈ ഗെയിം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങളത് അംഗീകരിച്ചേ പറ്റൂ. മാത്രമല്ല, ബാക്കിയുള്ളവർ നിങ്ങളെ കൺവിൻസ് ചെയ്യണമെന്നൊക്കെ വിജയ് സേതുപതി പറയുന്നു. മാത്രമല്ല, ഇപ്രാവശ്യത്തെ തമിഴ് ബിഗ് ബോസിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ അൻഷിത എന്ന പെൺകുട്ടിയാണ്. അതായത് അൻഷിതയെ പലർക്കും അറിയാം. കൂടെവിടെ എന്ന മലയാളത്തിലെ, അതായത് ഏഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന സീരിയലിൽ നായിക കഥാപാത്രം ചെയ്ത വ്യക്തിയായിരുന്നു അൻഷിത തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയ ഒരു ആക്ട്രസ്സാണ്. കാരണം വിജയ് ടിവിയിലെ ചിലമ എന്ന ഒരു സീരിയൽ വളരെ പ്രശസ്തി നേടിയതാണ്. ആ സീരിയലിലെ ആക്ട്രസ് ആയിരുന്നു അൻഷിത. അതുമൂലം തന്നെയാണ് അൻഷിത ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത്. മാത്രമല്ല ഒരുപാട് വിവാദങ്ങളൊക്കെ ഇതിനു മുമ്പ് അൻഷിതയുടെ പേരിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് തന്നെ അൻഷിത ഈ ഷോയിൽ ഒരു ഭാഗമായിട്ടുണ്ട്. എന്തായാലും ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആദ്യ ദിനം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുക്ക് വിത്ത് കോമാളിയിലെ സുനിത എന്നത് വളരെ സ്ട്രോങ് ആയൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് ആദ്യത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. അങ്ങനെ ഒരുപാട് അർണവ്, അൻഷിത, സുനിത, ദീപക്, രവീന്ദ്രൻ, ദർശ, സത്യ, RJ ആനന്ദി, ജെഫ്രി, രഞ്ജൻ, പവിത്ര, സൗന്ദര്യ, അരുൺ, ദർശിക, വിശാൽ, അർണവ്, ജാക്ലിൻ എന്നിവരാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്ന താരങ്ങൾ. ഏതായാലും തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ കാണുമ്പോൾ ഓരോരുത്തരുടെ ഗെയിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരൊക്കെ മുന്നോട്ട് പോവുമില്ല എന്നൊക്കെ. സോ നമുക്ക് വെയിറ്റ് ചെയ്ത എപ്പിസോഡൊക്കെ കാണാം.